ഇപ്പോൾ നമ്മോടൊപ്പം സൂപ്പർ താരം പ്രഭാവതി അമ്മ തന്നെ ചേരുകയാണ്. നമസ്കാരം അമ്മ. നമസ്കാരം. ഇപ്പോ ഫുട്പാത്തിലെ സൂപ്പർ അമ്മ, സിംഗപ്പെണ്ണ്, അങ്ങനെ കുറേയധികം ടൈറ്റിലാണ് അമ്മ അറിയപ്പെടുന്നത്. നല്ലത് പറയട്ടെ, ചീത്ത പറയാ മതി. ശരി, ആരും പറഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു ഇതുവരെ. മന്ത്രിയൊക്കെ നേരിട്ട് വിളിച്ച് സംസാരിച്ചല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? ഇങ്ങനെ ഒരു ധൈര്യം തോന്നിയത് എങ്ങനെയാണ്? ധൈര്യം ആദ്യമുണ്ട്. ഇത് ഞാനിന്നൊന്നല്ല പ്രതികരിക്കുന്നത്, അതെപ്പോഴല്ല പ്രതികരിക്കുന്നത്. ഞാനിതിന്റെ മുമ്പേ പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. നടപടികൾ നല്ല ഫൈൻ അടയ്ക്കാന്നുള്ള നടപടിയല്ലേ ഉള്ളൂ, പിന്നെ ക്ലാസ്സിൽ ഇരുത്താനുള്ള. ഞാനിതൊന്നും തുടങ്ങിയതല്ല, വളരെ കാലം മുമ്പേ. ഇത് മാത്രമല്ല, പലതിനും ഞാൻ പ്രതികരിക്കാറുണ്ട്. ബസ്സിന്റെ സ്റ്റോപ്പിൽ നിർത്താത്തതിന്, ഓട്ടോറിക്ഷന്റെ ഇതിന്, അങ്ങനെ പലതും. നമ്മളെ ഈ ചെറിയ ചെറിയ അനീതികൾക്കൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട്, ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണിത്, അറിയുള്ളൂ. അതെ, നമ്മുടെ ഈ പ്രതികരണ ശേഷി കുറവ്, പ്രായം കൂടിയാൽ ഒന്നും മിണ്ടരുത് എന്ന് പറയുന്ന പൊതുവെ ഒരു കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ആരും എന്നെ നിയന്ത്രിക്കാൻ ഞാൻ ആരും വിട്ടുകൊടുക്കാറില്ല. എന്റെ കൊച്ചു ഞാനും സിംഗിളാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് എന്നെ ആരും അങ്ങനെ നിയന്ത്രിക്കാറില്ല. പിന്നെ എന്റെ ബ്രദേഴ്സിന്റെ മക്കളാണ്, അവർക്ക് ഇടയ്ക്കെന്തെങ്കിലും പറഞ്ഞാൽ പോലും അവർക്ക് ഞാനൊരു പവർ തന്നെയാണ്. അവർ പറയും അതൊരു സംഭവമാണ് എന്ന് അവർ മനസ്സുകൊണ്ട് പറയും. സപ്പോർട്ടും ഉണ്ടാവാറുണ്ട്. തീർച്ചയായും. ഇപ്പോ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കണ്ടു. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ അഫ്ലു തന്നെയായിരുന്നു പ്രതികരിച്ചത്. അപ്പൊ പറഞ്ഞു ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, വളരെ സന്തോഷം എന്നാണ് പറയുന്നത്. അപ്പൊ അഫ്ലു ഈ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഇതാരും അറിയില്ല അല്ലേ അമ്മേ? അറിയില്ല. അതാണ് ഞാൻ അവരോട് പറഞ്ഞല്ലോ, അവനോട് തന്നെ പറഞ്ഞു. കാരണം ഞാനിത് പ്രതികരിച്ച് ഞാൻ അങ്ങോട്ട് പോകും, ഞാൻ അതിന്റെ വഴിക്ക് വിട്ടു. കാരണം അവനെ ഞാൻ പിന്തിരിപ്പിച്ചല്ലോ. അത് എനിക്ക് അങ്ങനെ മതി. ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും. അപ്പൊ എനിക്കത് ഇടയ്ക്കൊക്കെ അതിൻ്റെ ഒരു പ്രചോദനമുണ്ട്. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ അറിയുന്ന ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അറിയുന്ന അന്ന് പോകുന്നവർ പറയും പൊക്കോട്ടെ, അവർ പൊക്കോട്ടെ എന്നറിയും. അങ്ങനെ ഞാൻ പറയാം. ഞാൻ പറയാം എങ്ങനെയാ പോവുക, അത് ശരിയല്ലല്ലോ. അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളാണ് അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അതിൽ വ്യത്യസ്തമായ അവനത് ഒരു സന്ദർഭം അത് മുതലായി. പിന്നെ അവന് അതിന്റെ ഒരു ഗുണം ഉണ്ടായി. നമുക്കും അതിന്റെ ഒരു ഭാഗമായിട്ട് സമൂഹത്തിന് അതിന്റെ ഒരു ഭാഗം അതൊരു നടപടിയിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം മോട്ടോർ വാഹന വകുപ്പ് വന്നിരുന്നു, അവരോട് പറഞ്ഞു നമുക്കിതൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അതെ, അതാണ് വേണ്ടത്, അത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ, ഈ വീഡിയോ വൈറലാകുന്നു അല്ലെങ്കിൽ വീഡിയോ വൈറലായി എന്ന് എപ്പോഴാണ് അറിഞ്ഞത്? ഇന്നലെ വൈകിട്ട്. ഞാൻ പറഞ്ഞില്ല, എന്റെ ചേച്ചിയുടെ മോള് വിളിക്കുന്നത്. അവർക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനെന്റെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ചിലരൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ ആരെയൊന്നും കാരണം ശരിക്കാറില്ല. കാരണം നമുക്ക് അതിന് നേരമില്ല. നമുക്ക് വാട്സപ്പിന്റെ ചിലപ്പോൾ നോക്കാൻ നേരം കിട്ടാറില്ല. ചിലപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, അധികം ഞാൻ യൂട്യൂബ് ഒരു പത്ര മര്യാദയ്ക്ക് നോക്കാറില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അത് അവള് വിളിച്ചപ്പോ അങ്ങനെ വൈറലായല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കുക എന്താ ചെയ്യുന്നത്. അപ്പൊ അവള് പറഞ്ഞില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറയും. അപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യാൻ. അപ്പൊ എന്റെ ഒരു കസിന് വന്നു. അപ്പൊ അവനോട് പറഞ്ഞിട്ടുണ്ട് നോക്കി കാണാറുണ്ട്. അപ്പൊ അവൻ എടുത്ത് ഓപ്പൺ ചെയ്ത് മെസ്സേജൊക്കെ വായിച്ചു. അങ്ങനെ വായിക്കുമ്പോഴാണ് പിന്നെ 6 മണിയാകുമ്പോൾ ഇതിലായിട്ടുള്ളൂ സംഭവം. വീഡിയോ കണ്ടപ്പോ ഞെട്ടി വന്ന്. ഞെട്ടലൊന്നും നോക്കില്ല, അത് മന്ത്രിമാരല്ലേ ഞെട്ട്. നമ്മളെന്ത് ഞെട്ടാനെ? കുറെ ആളുകൾ ഇപ്പോ വീഡിയോ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാനൊക്കെ ഉള്ള ഒരു തിരക്കിലാണെന്ന് അറിയാം. എന്നിരുന്നാൽ പോലും നമ്മുടെ പുറത്തുനിന്ന്, കേരളത്തിൽ നിന്ന് പുറത്തൊക്കെ ആരെങ്കിലൊക്കെ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ഇപ്പൊ മറുനാടൻ മലയാളി എന്നൊരു ചാനൽ ഇപ്പൊ വന്ന് അവർ ഇന്റർവ്യൂ ഇട്ടുണ്ട്. അങ്ങനെ ആരും വിളിച്ചില്ല. ആരൊക്കെ വിളിച്ചിരുന്നു രാവിലെ. അന്നേരം ഞാനിവിടെ ഇന്റർവ്യൂലായിരുന്നു. ഇത് കുറെ ഫോൺ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം, വീട്ടുകാർ ഇത് കണ്ടിട്ട് എന്താണ് അവരുടെ ഒരു പ്രതികരണം? വീട്ടുകാരെന്ന് പറയാൻ എനിക്ക് വീട്ടുകാരൊന്നും ഇല്ല. അതായത് എന്റെ ബ്ലഡ് സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ ഉള്ളു. അവരെ മക്കളൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ വേറെ മക്കളൊന്നും ഇല്ല. നേരെ എന്റെ ബ്രദറിന്റെ സിസ്റ്ററൊക്കെ മക്കൾക്ക് ഉള്ളു. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ ആളുകളാണ്. അമ്മ, ഒരു കാര്യം, അമ്മ ഈ നടന്നു പോകുമ്പോൾ തന്നെ ആ ഫുട്പാത്തിലൂടെ ഒരുപാട് പേര് അതുപോലെ നടക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന കുറേയധികം ഡ്രൈവർമാരും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സ്പോട്ടിൽ അവർ പലപ്പോഴും ആളുകൾ മടിക്കുന്നത് അവരോടൊക്കെ എതിർത്ത് പറഞ്ഞാൽ അവർ തിരിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെയാണല്ലോ. പെൺകുട്ടികൾ മടിക്കുക അതുകൊണ്ടാണ്. കാരണം ഇവരെ വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കണ്ടേ. നമുക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്തെങ്കിലും വായിക്ക് തോന്നിയോ അതൊക്കെ പാട്ട് തോന്നിയോ പാടിപ്പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കാറ്. പക്ഷെ അങ്ങനെ വിചാരിക്കും, അതല്ല നമ്മളെ മാനം അലിഞ്ഞൊന്നും പോകുന്നില്ല. പക്ഷെ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാലും പഴയ തലമുറ പെണ്ണ് മറ്റുള്ളവരടുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും അസഭ്യം കേൾക്കുമ്പോഴത്തേക്ക് അവളെ ആകെപ്പാടെ അവളെ മാനം പോയി എന്ന് ചിന്തിക്കുന്ന ഒരു ഇതിലാണല്ലോ നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ പ്രതികരണ ശേഷി നമുക്കില്ലാതെ പോകുന്നത്. പക്ഷെ അത് കുടുംബത്തിൽ നമ്മളത് വളർത്തിയെടുക്കണം. എനിക്കൊക്കെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ എനിക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ സ്കൗട്ട് ഗൈഡ്സ് ഉണ്ടല്ലോ, ആ ഗൈഡ്സിലായിരുന്നു. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള അവബോധങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അല്ലാതെ നമ്മൾ പിന്നെ അതിനുശേഷം നമ്മൾ ഒരു രാഷ്ട്രീയ സംഘടനയിലും അതിന്റെ
പിന്നെ സ്ത്രീ സംഘടനയൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ട്. തീർച്ചയായും ഇതിനൊക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളമുള്ള ആ ഒരു പോരാട്ട വീര്യം തന്നെയായിരിക്കും അല്ലേ? മുൻപ് മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം, അങ്ങനെ സാക്ഷരതാ ക്ലാസുകൾ, അങ്ങനെ നിരവധി രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിയമബോധവൽക്കരണമൊക്കെ അന്ന് നടന്നിട്ടുണ്ട്. ഇപ്പോഴോന്ന് എനിക്കറിയില്ല, അപ്പോൾ അത്രയും സാർവത്രികമായിട്ട് അന്ന് നമുക്ക് ക്ലാസ്സുകൾ തന്നെ ഉണ്ട്, സ്റ്റഡി ക്ലാസ്സുകൾ എല്ലാ മേഖലകളും, അതായത് നിയമം വരെ നമ്മൾ എവിടെ എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുമല്ലോ. അപ്പൊ ഇനി അതൊരു ഒരു ഭാഗം തന്നെയാണ് അതിന്റെ ഇങ്ങനെ ഭാഗമല്ല, അതൊരു വലിയ ഭാഗമാണ്. തീർച്ചയായും കൊച്ചുകുട്ടികളടക്കം മുതിർന്ന ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? കാരണം പലപ്പോഴും പലരും മടിക്കുന്ന ഒരു കാര്യമാണ്, അവരെന്നാ പോയിക്കോട്ടെ, അവർക്ക് വഴിമാറി നൽകാമെന്ന് അത് പലതും എന്താ വെച്ചാൽ നമുക്ക് മേല് വേദന ആവാൻ ഇഷ്ടപ്പെടില്ലല്ലോ, നമ്മളെ ശരീരത്തിൽ വേദന പറ്റുന്നല്ലോ, അല്ലെ നമ്മളെ എന്നെ തന്നെ പലപ്പോഴും പറയാറ് മിണ്ടാതെ പോയി കൊണ്ടുവന്നത്. നമ്മളെ കൂടെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ അവരാരും നമ്മളെ കൂടെ നിൽക്കൂല, എന്നാലും അവര് പൊക്കോട്ടെ, ഞാൻ അവിടെ നിന്ന് പ്രതികരിച്ചു. മനസ്സിലായോ? അപ്പൊ അതൊരു നാണക്കേട് എന്നുള്ള രൂപത്തിൽ കാണുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇതിങ്ങനെ പ്രതികരിക്കുന്ന ഒരു നാണക്കേടാണെന്നുണ്ടല്ലോ, അതെന്തൊരു രണ്ടും എന്താ പറയൂലേ, പണ്ടൊരു വാക്കുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ ഒരു ചില ആളുകളാണെന്നുള്ളത്, അത് അല്ലെങ്കിൽ ഒരു ആന്റി അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ അതിന്റെ വേഷം അങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ അത് കേൾക്കാൻ ആർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവില്ലല്ലോ, പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചു. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനകത്ത് പോയിട്ട് ഇതിന്റെ തലയിട്ട് വേറൊരു നൂലാമാല ഉണ്ടാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ പുറകെ നടക്കേണ്ടി വരില്ലേ, അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. എന്തായാലും വളരെയധികം നന്ദി നമ്മോടൊപ്പം പ്രതികരിച്ചതിൽ. ഇനിയും ഇതുപോലത്തെ നിയമലംഘനങ്ങൾ കണ്ടാൽ ഉടനടി പ്രതികരിച്ച് മാതൃകയാവുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.